ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താമ്മ? നമ്മളിന്നൊരു ഐസ്ക്രീം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഇനി നമ്മൾ പാലടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് മേഡുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീമാണ്, നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെയാണ് ഐസ്ക്രീം എടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ വേണ്ടത് തണുപ്പിച്ച പാലാണ് കേട്ടോ. നമ്മളിത് കാച്ചിയ പാലാണ്, തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും കാണാം. കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആദ്യം ആക്കിയത്. ഇപ്പം നമ്മൾ തണുപ്പിച്ച പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഐസ്ക്രീം. ഞങ്ങളിത് ഐസ്ക്രീം വാങ്ങിയിട്ട് വണ്ടിയിൽ വരുമ്പോൾ ഇത് ലൂസായിപ്പോയി. അപ്പോൾ ഞങ്ങളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ആ പാക്കറ്റിൽ നിന്നൊക്കെ ഒഴിച്ചിരുന്നു. ഞങ്ങളിത് 3 സ്പൂണ് ഐസ്ക്രീം എടുത്തു. ഇനി ഇത് അടിച്ചിട്ട് വരാം. ഇത് ഇപ്പം നമ്മൾ 3 കൂട്ടി അടിച്ചതാണ്. നമുക്കിതിനി ഒന്നുകൂടെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണഞ്ചേട്ടൻ വന്നല്ലോ. ഏട്ടൻ ഐസ്ക്രീം ആക്കിയിട്ടുണ്ടല്ലേ? ഐസ്ക്രീം അല്ലേ, ജ്യൂസ് അല്ലേ ആക്കിയത് നമ്മള്. നമുക്കിത് സെർവ് ചെയ്യാം. നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നട്ട്സൊക്കെ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് കണ്ണ? ആച്ചു എങ്ങനെയുണ്ട്? വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് വരുമ്പം കുട്ടികൾക്ക് കൊടുക്കാനും പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.